ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ ദിവസവും ഇടുന്ന പോലെ ചെടീൻ്റെ വീഡിയോ ആയിട്ടല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു ഫുഡിൻ്റെ വീഡിയോ ഇട്ടെങ്കിൽ എന്തെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി പോളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ടായി, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് തിന്നാനാകെ രണ്ടാളെന്നെ ഉള്ളത് പൊരൽ. അപ്പോൾ അതിനുള്ള അനുസരിച്ചിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടു. അപ്പോൾ ചിക്കനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു പീസ് ക്യാരറ്റും കൂടി മുറിച്ചിട്ട് വെക്കുന്നത്. ഇത് എൻ്റെ ഉണ്ടായിന്, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി മസാല ഞാൻ ചെമ്മീൻ ബിരിയാണി ആക്കിയിട്ടുണ്ടായിന് ഒരു ദിവസം മുമ്പ്, ഇന്നലെ. അപ്പോൾ അതിൻ്റെ മസാല ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അതേ മസാലയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ മസാല ആക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനെ ചിക്കൻ ഫ്രൈ ആക്കി കൊടുക്കാം. ഞാൻ കുറേ എണ്ണ ഒഴിച്ചിട്ടാണ്, കാരണം നമുക്ക് അങ്ങനെ ഡീപ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചെറിയ ചെറിയ പീസല്ല. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ച ക്യാരറ്റിന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾറെഡി എൻ്റെ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മസാലയാണ് എൻ്റെ ഉണ്ടായത്. കാരണം ഞാൻ അതിലേക്ക് മുളകിൻ്റെ പൊടിയൊന്നും ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയ മസാല. ഇത് ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, കുറച്ച് കൂടിയതുകൊണ്ട്. അപ്പോൾ പിന്നെ ആ മസാലയും കൂടി ഇട്ടിട്ട് ക്യാരറ്റും കൂടി വാട്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ടെടുത്ത് ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാം. അപ്പോൾ അതിന് നല്ലൊരു മണം വരുന്നുണ്ടായിന് ആ മസാലക്ക്. പിന്നെ ഉപ്പെല്ലാം പാകം നോക്കിയിട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ബാറ്ററിലേക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയും 2 മുട്ടയും കുറച്ച് പാലും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ജസ്റ്റ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാറ്റർ നമുക്ക് ഈ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമ്മൾക്ക് തന്നെ അതിൻ്റെ അടി ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ട് വരും. അപ്പോഴേക്ക് നമുക്ക് ഈ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. അത് കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലത്, കാരണം എല്ലായിടത്തും സ്പ്രെഡ് ആകാൻ പറ്റും. ഇല്ലെങ്കിൽ സ്പൂണിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് തന്നെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഏകദേശം കയ്യിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അത് ഒന്ന് മരിഞ്ഞിട്ട് വരുമ്പോഴേക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ വെന്തിട്ട് വരുന്നത്. എന്നിട്ട് എന്താക്കുന്നത് വെച്ചാൽ വേറൊരു ഫ്രൈ പാൻ എടുത്ത് ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് അതിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഇതിലേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾക്ക് തന്നെ എന്നിട്ടൊരു 5 മിനിറ്റ് മൂടിയിട്ട് വെച്ചാൽ മതി. നല്ലപോലെ വെന്തിട്ട് കിട്ടുന്നു പെട്ടെന്ന് തന്നെ. ഭയങ്കര ഈസിയാണ്. നമ്മളെ കയ്യിൽ ഉണ്ട് സംഭവം മാത്രമേ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കുറേ സംഭവമൊന്നുമില്ല. കാരണം പാല്, മുട്ട, മൈദ എല്ലാം എല്ലാവരും പൊരിൽ ഉണ്ടാകുന്ന തന്നെയല്ലേ. പിന്നെ ചിക്കനും. അപ്പോൾ അത് നമുക്ക് ഈസിയാണ്. ഞാൻ കുക്കിംഗ് വ്ളോഗ് ചെയ്യാത്ത ആൾ ചെയ്യുമ്പോൾക്ക് അതിന് കുറേ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെ സംസാരിക്കണം എന്നൊന്നും. പിന്നെ ചിലപ്പോൾ ഞാൻ കാസർഗോഡ് ഭാഷയെല്ലാം ഉണ്ടെന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം എൻ്റെ ഭാഷയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ആക്കണം.